പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രോഡ് പോകാന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊക്കെ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അബ്രോഡ് പോകാന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കൺട്രീസ് ഉണ്ട്. അപ്പോൾ അതിലൊരു ബെസ്റ്റ് കൺട്രി എന്നുള്ള രീതിയിൽ ഡോക്ടർ എക്സ്പീരിയൻസിൽ അതേപോലെ എന്തൊക്കെയാണ് അതിന്റെ ഫോർമാലിറ്റീസ് കാര്യങ്ങൾ? ഇപ്പോൾ ഈ ബെസ്റ്റ് കൺട്രി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതാണ് മെയിനായിട്ട് ഒന്നുള്ളത്. ഇപ്പൊ നമുക്ക് സൗദിയിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് BDS എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം അവിടെ ഒരു PG അല്ലെങ്കിൽ MDS ആണ് ഒരു എന്തെങ്കിലും ഓപ്ഷൻ ഉള്ളത്. എക്സാം എഴുതാൻ തന്നെ ഫസ്റ്റ് BDS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ കയറില്ല. അങ്ങനെ കുറെ പേര് പറഞ്ഞു. ഒമാന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ 10 years എക്സ്പീരിയൻസ് വേണം. 10 വർഷത്തെ ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഒമാനിലേക്ക് നമുക്ക് എക്സാം എഴുതാൻ കഴിയുള്ളൂ. പിന്നെ ഇപ്പോൾ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് UAE ആണ്. UAE എവിടെ വേണമെങ്കിൽ നമുക്ക് 2 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും അതനുസരിച്ചുള്ള എക്സാമുകൾ ഉണ്ടാവും. അത് നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ച് സെറ്റ് ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റും.